അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ തല തുറന്നിടുക. നിസ്കാരത്തിൽ തല തുറന്നിടുക. അപ്പോൾ അത് ഒരു ദിവസം എന്നാണോ, അല്ലെങ്കിൽ ജായിസ് എന്നാണോ, മയ്യിത്ത് നിസ്കാരം എന്നാണോ, ഹറാം എന്നാണോ, അല്ലെങ്കിൽ 5 വഖ്ത് നിസ്കാരം എന്നാണോ, കറാഹത്ത് എന്നാണോ, നഫ്ല് എന്നാണോ? അപ്പോൾ ഏതാണ് ഒന്നാമത്തതിനോട് യോജിച്ചത്? നിസ്കാരത്തിൽ തല തുറന്നിടുക, അത് കറാഹത്താണ്. അപ്പോൾ അവിടെ കറാഹത്ത് എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത്, നല്ല ചെരുപ്പ് ധരിക്കുക, അതെന്താണ്? ജായിസാണ്. അപ്പോൾ അവിടെ ജായിസ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, സലാം പറയൽ. സലാം പറയൽ നഫ്ല് എന്നുള്ളതാണ് അവിടെ അതിനോട് യോജിച്ചത്. ഇനി നാലാമത്തത്, മദ്യപാനം എന്താണ്? ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാം എന്ന് എഴുതി കൊടുക്കുക. ഇനി 5ാമത്തത്, ഫർള് ഐന്. ഏതാണ് അതിനോട് യോജിച്ചത്? 5 വഖ്ത് നിസ്കാരം. അപ്പോൾ അവിടെ 5 വഖ്ത് നിസ്കാരം എന്നുള്ളത് എടുത്തെഴുതുക. 6ാമത്തത്, ഫർള് കിഫായ, മയ്യിത്ത് നിസ്കാരം. അപ്പോൾ മയ്യിത്ത് നിസ്കാരമാണ് ഫർള് കിഫായ. മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് ഇടയ്ക്ക് എടുത്തെഴുതി കൊടുക്കുക. ഇനി അവസാനത്തത് 7ാമത്തത്, ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം. ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം. അപ്പോൾ അവിടെ ഒരു ദിവസം എന്ന് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 എണ്ണം വീതം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, വെള്ളം 3 വിധം. അപ്പോൾ വെള്ളം 3 വിധമുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ത്വഹൂർ, ത്വാഹിർ, നജിസ്, അല്ലേ? അപ്പം അവിടെ നമുക്ക് ത്വഹൂറും ത്വാഹിറും എഴുതാം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, നജസുകൾ 3 വിധം. ഒന്ന് മുഅല്ലൽ, മുത്തവസിത്ത്, മുഖഫഫ്. പക്ഷെ അവിടെ നമ്മൾ എഴുതേണ്ടത് എത്ര എണ്ണം മാത്രമാണ്? 2 എണ്ണം മാത്രമാണ്. ഒന്നെങ്കിൽ മുഅല്ലൽ എഴുതാം, മുത്തവസിത്ത് എഴുതാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം, കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം. കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈള് രക്തം, മുഅല്ലൽ അല്ലാത്ത അന്യരക്തം. ഒന്നുകൂടെ നോക്കാം. തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈള് രക്തം, മുഅല്ലൽ അല്ലാത്ത അന്യരക്തം. ഇതൊക്കെ കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തമാണ്. ഇനി 4ാമത്തെ ചോദ്യമാണ്, വുളൂഇൻ്റെ സുന്നത്തുകൾ. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ 2 എണ്ണം മാത്രമാണ് എഴുതാനുള്ളത്. ഏതൊക്കെയാണ്? ഖിബ്ലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, സംസാരിക്കാതിരിക്കൽ, തുടർച്ചയായി ചെയ്യൽ. ഇതൊക്കെ വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി 3ാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം. അപ്പം അതിൽ 4ഓളം ചോദ്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിഫാസ്. നിഫാസ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. എന്താണ് നിഫാസ്? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത്. അപ്പോൾ പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത്. അപ്പോൾ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത് ഏത് രൂപത്തിലാണ്? അസ്വലാത്തു ജാമിഅ. നമ്മൾ തറാവീഹൊക്കെ നിസ്കരിക്കുമ്പോഴും വിത്രൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് പറയാറുള്ളതാണ്, അല്ലേ? അസ്വലാത്തു ജാമിഅ. അപ്പം അതാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത്. ഇനി 3ാമത്തെ ചോദ്യമാണ്, ഇഖാമത്തിൻ്റെ 2 കലിമത്തുകൾ. ഇഖാമത്തിൻ്റെ 2 കലിമത്തുകൾ എന്താണ്? കേൾക്കുമ്പോൾ പറയേണ്ടത്. ഇഖാമത്തിൻ്റെ 2 കലിമത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ്?
എന്താണ്? അഖാമഹുല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. അതാണ് ഇഖാമത്തിൻ്റെ രണ്ട് വചനങ്ങൾ, രണ്ട് കലിമത്ത് കേൾക്കുമ്പോൾ പറയേണ്ടത്. എന്താണ്? അഖാമഹുല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. ഇനി നാലാമത്തത് ഹൈ അലാത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുന്ന അവസരത്തിൽ എന്താണ് പറയേണ്ടത്? എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ഒരു പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ശ്രദ്ധയോടെ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതാണ്? അപ്പോൾ 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതാണ്? ഒന്നാമത്തത് സുബ്ഹ് ആണ്, രണ്ടാമത്തത് ജുമുഅയാണ്. സുബ്ഹും ജുമുഅയും. രണ്ടാമത്തെ ചോദ്യം, തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതാനാണ്. എന്തൊക്കെയാണ്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മുമിന് വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകും. ഒന്നുകൂടെ നോക്കാം. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മുമ് വെള്ളം ലഭിക്കൽ കൊണ്ടും എന്താകും? തയമ്മുമ് ബാത്തിലാകും. അപ്പോൾ ഒരാൾ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ തയമ്മുമ് ചെയ്താൽ വെള്ളം ലഭിച്ചാൽ അവൻ്റെ തയമ്മും എന്താവും? ബാത്തിലാകും. ഇനി മൂന്നാമത്തതാണ് ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ്? ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ്? ഉത്തരം, ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തത്തിനാണ് ഇസ്തിഹാലത്തിൻ്റെ രക്തം എന്ന് പറയുക. നാലാമത്തത്, പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? ഉത്തരം, പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലും. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, മുഖഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? മുഖഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം, നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. അപ്പോൾ മുഖഫഫായ നജസ് വൃത്തിയാക്കണമെങ്കിൽ നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ അതെന്താകും? വൃത്തിയാകും, ശുദ്ധിയാകും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് ക്രമത്തിലാക്കാം. അപ്പോൾ താഴെ ക്രമം തെറ്റിച്ചിട്ടാണ് നൽകിയത്, അത് ക്രമത്തിലാക്കി എഴുതണം. ഒന്നാമത്തേത്, ഫല്യു അദ്ദിൻ ഇദാ ഹദറത്തി ലക്കും അഹദുക്കും അസ്വലാത്തു. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഇദാ ഹദറത്തി സ്വലാത്തു ഫല്യു അദ്ദിൻ ലക്കും അഹദുക്കും എന്ന് വരും. ഇനി ആറാമത്തതാണ് അവസാനത്തെ പ്രവർത്തനം, പൂരിപ്പിക്കാം. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഡേഷ് മുത്തനജ്ജിസ് ആകും. അപ്പോൾ അവിടെ നജസ് ചേർന്നാൽ എന്നാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് അങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ വരും? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ മുത്തനജ്ജിസ് ആകും. ഇനി അവസാനത്തതാണ്, മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഡേഷ് ഏറ്റവും ഡേഷ് നിസ്കാരം. എന്താണ്? മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.